ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തരി ഉഴുന്നുപോലും ചേർക്കാതെ അതേപോലെ തന്നെ അരിയൊന്നും കുതിർക്കാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളതും തൂവെള്ള നിറത്തിലുള്ളതുമായ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചോറാണ്. ഞാൻ ഒരു കപ്പ് ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് മട്ട അരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. ചുവന്ന അരിയുടെ ആയാലും വെളുത്ത അരിയുടെ ആയാലും ചോറ് നമുക്ക് ചേർക്കാവുന്നതാണ്. വെളുത്ത അരിയുടെ ചോറ് ചേർത്ത് കൊടുക്കാമെങ്കിൽ ഇഡ്ഡലി നല്ല വെള്ള കളറിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ചോറെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ അരിപ്പൊടിയും ചോറും വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈസ്റ്റും ബേക്കിംഗ് സോഡയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ആ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴേ അവിടെ ഇവിടെയൊന്നും പൊടിയൊന്നും കട്ട പിടിച്ചിരിക്കാതെ നമുക്ക് കിട്ടും. ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു രീതിയിൽ നല്ല തിക്കായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാണ്ട് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ചോറൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മുടെ കയ്യിൽ പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിനതിൽ കുറച്ച് തരികളുള്ളത് കൊണ്ട് തന്നെ ഇഡ്ഡലിക്കായതുകൊണ്ട് വളരെ നല്ലതാണ്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കണക്കിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മാവ് പതഞ്ഞ് കിട്ടും. കാരണം നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരുന്നതിന് വേണ്ടി കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഈ മാവ് നല്ല ഫ്ലഫി ആക്കി എടുക്കണം കേട്ടോ. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കൈകൊണ്ട് ഇത് യോജിപ്പിച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാനിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അരച്ച് വെക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് അധിക സമയം ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കാനായിട്ടാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ നമുക്ക് എടുക്കാവുന്നതാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുറച്ച് അധികം നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മാവ് ഇറക്കി വെച്ച് കൊടുക്കണം. വെള്ളത്തിലേക്ക് ഈ മാവ് വെച്ചേക്കുന്ന പാത്രം ഒരിക്കലും ടച്ച് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ഒരു ആവി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ മാവൊന്ന് പൊങ്ങി വന്ന് കിട്ടും. ഈ ഒരു രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഞാനൊരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽമുളക് ഞാൻ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടത് സവാളയാണ്. മീഡിയം സൈസിലുള്ള ഒരു സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഞാനിതൊരു ബൗളിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 നുള്ളു ജീരകം ചേർത്താൽ മതി, ഒരുപാട് വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
നമ്മൾ ആദ്യം സവാളയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ അരപ്പ് എണ്ണയിലൊരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചട്നിയാണ് കേട്ടോ. തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതേ രീതിയിൽ നമുക്ക് ചട്നി ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവ് എന്തായെന്ന് നോക്കാം. മാവൊക്കെ ദാണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊങ്ങിയൊന്നും വരില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ചോറും അരിപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മാവ് നല്ലതുപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി ഒരുപാട് നമ്മൾ ഇളക്കി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്താൽ മാത്രം മതി. നന്നായിട്ട് ബബിൾസൊക്കെ ആയിട്ടാണ് മാവ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കടായിൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഓരോ കുഴിയിലും നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം മാത്രമേ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. പിന്നീട് 1-2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 തട്ടിലായിട്ട് ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 തട്ടിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട് ഇളക്കി എടുക്കുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നതെന്ന്. നമ്മളിതിനകത്ത് ഉഴുന്നൊന്നും ചേർത്തിട്ടില്ലെന്ന് പറയുകയില്ല. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ ഇളക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഉഴുന്നൊക്കെ വെച്ചിട്ടാണ്. ഇനി ഉഴുന്നില്ലാത്ത സമയത്തും അല്ലെങ്കിൽ ഉഴുന്ന് കുറവായുള്ള സമയത്തും ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്നും തയ്യാറാക്കിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേ രീതിയിലും ഇഡ്ഡലി തയ്യാറാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയേക്കുന്നത്. സാധാരണ ഹോട്ടലുകളിലൊക്കെ ഈ ഒരു രീതിയിലാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.